ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നേന്ത്രപ്പഴവും അവിലും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 കപ്പ് അവിൽ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് വറുത്തിട്ടെടുക്കണം. കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊട്ടുന്ന പാകമാകുന്നതിൽ ഒന്ന് വറുത്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. തേങ്ങയും നന്നായിട്ട് ഇനി വറുത്തെടുത്തിട്ടുണ്ട്. അതേ പ്ലേറ്റിലേക്ക് ഇനി നമുക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം പാൽ നന്നായിട്ട് ഇനി തിളപ്പിച്ചിട്ട് എടുക്കണം. പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. കിസ്മിസും കാഷ്നട്ടൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടിട്ടങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നാൽ മതിയാകും. പഴവും ഇവിടെ നന്നായിട്ട് ഇനി വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കണം. അടുത്തതായി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിലും തേങ്ങയും ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് സെറ്റ് ചെയ്യുന്ന പ്ലേറ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും നട്ട്സൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി തിളപ്പിച്ചിട്ട് വെച്ചിട്ടുള്ള പാലിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള അവിലിൻ്റെയും തേങ്ങയുടെയും മിക്സ് ചേർത്ത് നന്നായിട്ട് ഇനി ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് വേണം ഫ്ലെയിം ഓണാക്കി കൊടുക്കാനായിട്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വരും. നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് തിക്കാക്കി എടുക്കണം. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇനി യോജിപ്പിച്ചെടുക്കാം. ആ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം. അതുവരെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും നട്ട്സൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെറ്റ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ട് സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും